സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് പലരും CPM-ൽ തുടരുന്നതെന്നും എന്നാൽ ആ വാക്കിന്റെ ആഴമറിയുന്നതുകൊണ്ടാണ് താൻ ആ പ്രസ്ഥാനം വിട്ടതെന്നും ഒറ്റപ്പാലം മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശശി. ശ്രീകൃഷ്ണപുരം മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു PK ശശി. നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ രൂപീകരിക്കുകയാണ് താൻ ചെയ്തത്. ആ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചതെന്നും ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ UDF-നൊപ്പം ചേർന്നതെന്നും PK ശശി പറഞ്ഞു. ശ്രീകൃഷ്ണനും അർജുനും പരസ്പരം സംസാരിക്കുന്നത് സഖ്യമാണ്. അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു സാഹോദര്യ ബന്ധത്തിനേക്കാൾ എല്ലാം അപ്പുറമുള്ള ഒരു വലിയ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് സഖാവ് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ CPIM ചെന്നുപെട്ടിട്ടുള്ള അവജയം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ആളുകളാണ് ആ പാർട്ടി കരുത്തുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത് വൈകി ഞങ്ങൾ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഈ പാർട്ടി പുറത്താക്കാൻ വേണ്ടി തന്നെയാണ്. പാർട്ടി പുറത്താക്കട്ടെ എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട്. കാരണം ചെറിയ ആളുകൾ സംശയിപ്പിക്കില്ല, ഈ സീറ്റും എന്റെ നിലപാടും തമ്മിലൊരു ബന്ധമില്ല. അത് ആദ്യം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. സരിനാണ് എന്നെ പറ്റി പറയുന്നത്. 9 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, കേരളം കണ്ട ഏറ്റവും മികച്ചായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ് 10ാമത്തെ ദിവസം സീറ്റ് കിട്ടുന്നു വന്നപ്പോ CPIM-ന്റെ മാല വാങ്ങിപ്പോയ സരിനല്ല PK ശശി എന്നുള്ളത് ഈ നാട്ടിലെ DCC സെക്രട്ടറി ഓമന ഉണ്ണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിദ്യാധരൻ, ജില്ലാ സെക്രട്ടറി രാമകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ഒറ്റപ്പാലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കൺവെൻഷൻ വിലയിരുത്തി. UDF ചെയർമാൻ P ഗിരീശൻ, KS മധു, മണികണ്ഠൻ പാലാക്കുഴി, വിനോജ് രാമൻ, ഭാസ്കരൻ കൊമ്പത്ത്, VN കൃഷ്ണൻ, പാലോട് മണികണ്ഠൻ തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.